ജപ്പാനില് ഓത്ത ഡിസ്ട്രിക്റ്റിലുള്ളത്. എന്റെ പിന്നിൽ ഈ കാണുന്നതാണ് സുബാറു എന്ന് പറഞ്ഞ കാർ ഉണ്ടാക്കുന്നത്. ഒരു കാറ് അസംബ്ലി ചെയ്യാൻ എത്ര സമയം വേണ്ടി? ഇപ്പോഴത്തേല് 1 മിനിറ്റ് 7 സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസത്തും 2600ഓളം വണ്ടി 3 ലൈനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്തു നിന്നാണ് ഈ സുബാറു പറഞ്ഞ കാറ് അസംബ്ലി ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റയറിങ് വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കും. അങ്ങനെ ഓരോ പാർട്സുകളും പല കമ്പനികളിൽ നിന്ന് ഉണ്ടാക്കി ഒരു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് അസംബ്ലി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു എന്താ പറഞ്ഞ IT മേഖല, ആ ഭാഗം, ഈ ഭാഗം കമ്പനികൾ പ്രൊഡക്ഷൻ ഒരു വിധം ഏതൊക്കെ കാറുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. വേറെ സ്ഥലം ഹോണ്ട, ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ജപ്പാനിലെ ഈ ഓത്ത ഡിസ്ട്രിക്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ പണിയെടുക്കുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. നമ്മളെ മലയാളികളെ നമുക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. ഇവിടെ മലയാളികൾ ഒരുപാട് ആൾക്കാർ കാസർഗോഡും അവിടെയും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ 800ഓളം അല്ല 1000ഓളം മലയാളികൾ ഈ ഓത്ത എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. ഏതായാലും ഇവിടുത്തെ ടെക്നോളജി സമ്മതിച്ചേ പറ്റും. ഇന്നലെ ഞങ്ങളൊരു ഹോട്ടലിൽ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റണില്ല, അവിടെ പണിക്കാരൊന്നുമില്ല. നമ്മൾ ആ പേയ്മെന്റ് അടച്ചാൽ മാത്രമേ ഇനി വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രത്തോളം ജോലിക്കാർ ഒഴിവാക്കി ഈ റോബോട്ടുകളാ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വരെ പണിക്കാർ, ഒരു പണിക്കാർ 2 പണിക്കാർ അപ്പൊ ഒരു ഹോട്ടലിലുള്ളൂ. ബാക്കിയൊക്കെ റോബോട്ടാ ചെയ്യണം കേട്ടോ. ഈ നാട് വളർന്നു പോയത് കാണണമെങ്കിൽ നിങ്ങൾ ജപ്പാൻ ഒന്ന് സന്ദർശിക്കണം. അതിനത്ര പൈസ ഒന്നും ആവില്ല, നിങ്ങളൊന്ന് വന്നേ പറ്റൂട്ടോ.